നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശരീഅത്ത് നിയമം എന്നുള്ളത് ഇസ്ലാം സമുദായത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ്. ശരീഅത്തിനെ പറ്റിയുള്ള പല വിമർശനങ്ങളും അതുപോലെ അതിനെ അനുകൂലിച്ചുകൊണ്ടും പലരും വരുന്നുണ്ട്, അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. പക്ഷേ ഇപ്പോൾ ഈ നിയമത്തെ നിരോധിക്കാനായി ഒരു അമേരിക്കൻ സംസ്ഥാനം തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക നിയമമായിട്ടുള്ള ശരീഅത്ത് മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവിക നിയമങ്ങളായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഖുർആൻ, ഖദീദ്, ഇജ്മ, അതായത് പണ്ഡിതന്മാരുടെ സമവായം, ഖിയാസ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഉറവിടമായി പറയുന്നത്. ശരീഅത്തിൻ്റെ കാലികമായ വ്യാഖ്യാനങ്ങളും പ്രയോഗ രീതികളും ഒക്കെ പല രീതികളിൽ അറിയപ്പെടുന്നുണ്ട്. ശരീഅത്ത് നിയമങ്ങൾ വ്യക്തിഗത പെരുമാറ്റത്തെയും സാമൂഹിക കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നുവെന്നാണ് ഇസ്ലാം പണ്ഡിതർ പറയുന്നത്. പല രാജ്യങ്ങളിലും അത് ഭരണഘടനാ നിയമമായി തന്നെ ഉപയോഗിക്കാറുമുണ്ട്. ഇങ്ങനെ ഒരു നിയമത്തെയാണ് അമേരിക്ക ശക്തമായി എതിർക്കുന്നത്. പന്നിയിറച്ചി, മദ്യം, ലോട്ടറി ടിക്കറ്റുകൾ എന്നിവ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദ വീഡിയോ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വൈറലായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അമേരിക്കൻ സംസ്ഥാനമായ ടെക്സാസിൽ ഈ ശരീഅത്ത് നിയമം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നിയമത്തെ നിരോധിച്ചുകൊണ്ട് ഗവർണർ ഗ്രെഗ് ആബട്ട് ഉത്തരവിട്ടു. ചൊവ്വാഴ്ചയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. അതായത് ടെക്സാസിൽ ശരീഅത്ത് നിയമവും ശരീഅത്ത് കോമ്പൗണ്ടുകളും നിരോധിച്ചുകൊണ്ട് ഒരു നിയമത്തിൽ ഞാൻ ഒപ്പുവയ്ക്കുകയാണ്, ആ എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് വലിയ തോതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, അലട്ടുന്നു, അവരെ കബളിപ്പിക്കുന്നു. ഒരു ബിസിനസ്സിനോ ഒരു വ്യക്തിക്കോ ഇത്തരം വിഡ്ഢികളെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ആബട്ടിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. ആരെങ്കിലും ഇനി നിങ്ങൾക്കുമേൽ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ശക്തമായി തന്നെ നിയമപരമായി നേരിടാം. അതുടൻ തന്നെ പ്രാദേശിക നിയമനിർവഹണ സമിതികളെയോ ഏജൻസികളെയോ ടെക്സാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് സേഫ്റ്റിയോ അറിയിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ഇനി ശരീഅത്ത് നിയമം അമേരിക്കൻ മണ്ണിൽ ഉണ്ടാകില്ല എന്നാണ് ഗവർണറുടെ പ്രഖ്യാപനം. എന്നാൽ എന്തുകൊണ്ട് ഇതിത്ര വിവാദമായി മാറിയിരിക്കുന്നു? ഇതിനെ പൊടുന്നനെ നിരോധിക്കാൻ എന്താണ് കാരണം? നേരത്തെ പരാമർശിച്ച ആ വൈറൽ വീഡിയോ തന്നെയാണ്. മസ്ജിദ് അറ്റ് തൗഹിലെ ഇമാം എഫ് ഹാസിം ഇബ്നൻ അലി ഖാൻ എന്ന ഒരു കടയുടമയുമായി സംസാരിക്കുന്ന വീഡിയോ ദൃശ്യം അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അങ്ങനെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിഷിദ്ധമാണ്, അതൊന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ നിഷിദ്ധമായ സാധനങ്ങൾ ഒരു കടയിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കടയുടമയെ ഇയാൾ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊരു പ്രചാരണത്തിൻ്റെ തുടക്കമെന്നും ഖാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുസ്ലിം ഉടമസ്ഥയിലുള്ള ബിസിനസ്സുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഖാൻ ഒരു ക്യാമ്പയിൻ തുടങ്ങി. അത് പാലിച്ചില്ലെങ്കിൽ അത് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പ്, ഭീഷണി കൂടിയാണ് ഉയർന്നിരിക്കുന്നത്. ആർക്കെന്ത് വിൽക്കണമെന്നോ നിയമപരമായി സാധുതയുള്ള എന്ത് കാര്യവും വിൽക്കാനും വാങ്ങാനുമുള്ള അധികാരമുള്ള രാജ്യത്ത് മറ്റൊരു നിയമം, അതും ഒരു മതനിയമം, എന്തിനടിച്ചേൽപ്പിക്കുന്നു? ഈ ചോദ്യം തന്നെയാണ് പ്രസക്തമായിട്ടുള്ളത്, ഏവരും വിമർശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കൽ നയത്തെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ആ പ്രവണത ഇതോടുകൂടി വേരോടെ തന്നെ പിഴുതെറിയുന്നു എന്നുകൂടിയാണ് ഗവർണർ പറയുന്നത്. ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിലേക്കും ഈ നയം പിന്തുടരും എന്നുകൂടി പ്രത്യാശിക്കുന്നു. ഗവർണർ നടത്തിയ ഈ നീക്കത്തെ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇതൊരു അനാവശ്യ ഭയം പരത്തുന്ന രീതിയാണെന്നാണ് അവരുടെ ആരോപണം. യഹൂദ നിയമമായിട്ടുള്ള ഹലാച്ചയോടും കത്തോലിക്ക സഭയിലെ കനോൻ നിയമത്തോടും താരതമ്യപ്പെടുത്താവുന്ന ഒരു രീതിയാണ് ശരീഅത്ത് എന്നാണ് ഈ സംഘടനയായ കെയർ, അതായത് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് വിശദീകരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഏത് നിയമമാണ് ഈ നിരോധനത്തിനായി ഉപയോഗിച്ചതെന്ന് ആബട്ട് പറഞ്ഞിട്ടില്ല. 2017 ഇസ്ലാമിക നിയമം ഉൾപ്പെടെയുള്ള വിദേശ നിയമങ്ങൾ സംസ്ഥാന കോടതികളിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബില്ലിൽ ഒപ്പുവെച്ചിരുന്നു. ഒരു തരത്തിലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ പാലിക്കേണ്ടത് അമേരിക്കൻ നിയമങ്ങളാണ്, അമേരിക്കൻ ഭരണഘടനയായിരിക്കണം. മറ്റൊരു മതനിയമം ആരുടെ മേലിലും അടിച്ചേൽപ്പിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സമാനമായ നിലപാട് ഇന്ത്യ മഹാരാജ്യവും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലാകട്ടെ കാസി കോടതി, അതായത് ദാറുൽ ഖാജ, കാജിയാത്ത് കോടതി, ശരിയ കോടതി, ഇങ്ങനെയുള്ള നിയമങ്ങൾക്കൊന്നും തന്നെ അംഗീകാരമില്ല, സാധുതയില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും
അങ്ങനെയുള്ള ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റു മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു നടപടി ഇവിടെ സ്വീകരിക്കാൻ കഴിയില്ല. തലാക്ക് ചൊല്ലുന്നതും മറ്റുമൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രത്യേക പദവികളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അവ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടണമെന്ന് പറയുന്നതിനും പലവിധ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസുമാരായിട്ടുള്ള സുധാൻഷു ധൂലിയ, അഹ്സനുദ്ദീൻ അമാനുല്ല എന്നിവരടങ്ങിയ ബെഞ്ച് ഇങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അത്തരം ബോഡികളുടെ, അതായത് ശരീഅത്ത് പോലുള്ള മത നിയമത്തിൻ്റെ കോടതികളുടെ ഏതെങ്കിലും പ്രഖ്യാപനമോ തീരുമാനമോ ലേബൽ ചെയ്തിരിക്കുന്ന ഏത് പേരിലായിരുന്നാൽ പോലും ആരും അതനുസരിക്കേണ്ടതില്ല. അതനുസരിക്കാൻ ആർക്കും തന്നെ ബാധ്യതയില്ല, അവർ ബാധ്യസ്ഥരല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും നടപടികളിലൂടെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ നിർബന്ധിത നടപടിയിലൂടെയോ ഇത് നടപ്പിലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ കർശന നടപടി കോടതി സ്വീകരിക്കും. അങ്ങനെ നടപ്പിലാക്കാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെയാണ് കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. കുടുംബ കോടതിക്കെതിരായിട്ടുള്ള പുനഃപരിശോധനാ ഹർജി തള്ളിയ അലഹാബാദ് ഹൈക്കോടതിയുടെ 2018 ഓഗസ്റ്റ് 3-ാം തീയതിയിലെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഷാജഹാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോൾ ബെഞ്ച് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. ഭാര്യയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് കാസി കോടതിയിലും കാജിയാത്ത് കോടതിയിലും മുസ്ലിം യുവാവ് ഒരു ഹർജി കൊടുത്തു. പിന്നീട് കുടുംബ കോടതിയിലെത്തിയപ്പോൾ 2 മക്കൾക്കായി കുടുംബ കോടതി 2500 രൂപ മാത്രം അനുവദിച്ചു. 2002 സെപ്റ്റംബർ 24-ന് ഇസ്ലാമിക മതാചാരപ്രകാരമാണ് വിവാഹം നടത്തിയത്. 2 പേരുടെയും 2ാം വിവാഹം കൂടിയായിരുന്നു ഇത്. ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുമ്പോഴാണ് കോടതി ഇങ്ങനെയൊരു വിധിന്യായം കൂടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട്, ഭരണ സംവിധാനമുണ്ട്, അതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി, അതല്ലാതെ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് കൃത്യമായി കർശനമായി സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയിലും ഇപ്പോൾ സമാനമായൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്. What?